ിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ചില മുറിവുകളുണ്ട്. ഒരു കുഞ്ഞിനെ, 8 വയസ്സുള്ള കുഞ്ഞാണ്, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ഹൈപ്പറാണ്, ദേഷ്യമാണ്. കൊച്ചിനെ പുറത്തിരുത്തിയിട്ട് അമ്മ പറഞ്ഞു, അച്ഛാ ഈ കുഞ്ഞ് ഉണ്ടായപ്പോ ഞങ്ങൾ ആദ്യം ഈ കുഞ്ഞിനെ കളയണമെന്ന് വിചാരിച്ചതാണ്. അതായത് കുഞ്ഞിനെ വെറുത്തു, കുഞ്ഞ് ശല്യമാണെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് മരുന്ന് കഴിച്ചതാണ്. എന്നിട്ട് ഇത് പോയി എന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് പോയില്ല. എന്നിട്ട് എന്തിയെ? പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം? കൊച്ച് എന്തു പറഞ്ഞാലും അനുസരിക്കില്ല, ശ്രദ്ധിക്കില്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായുള്ള ഉണ്ടാകുന്ന ചില വാത്സല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. അപ്പോൾ ആ കുഞ്ഞിന്റെ മുറിവ് എവിടെ വെച്ച് തുടങ്ങിയതാണ്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയ മുറിവുകളാണ്. ഉള്ളിൽ പലതരത്തിൽ മുറിവുകൾ ഉണ്ടാകാം. ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചതിന് ശേഷം, വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള ഈ മുറിവുകളിലേക്ക്, പ്രിയപ്പെട്ടവരെ, അച്ഛന്റെ ചോദ്യം ഇതാണ്: നീ മരണം വരെ ഈ മുറിവുമായി നടക്കണമെന്ന് നിന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. നീ സുഖം പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് കർത്താവ് നിനക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വാതിലുകൾ തുറന്നു തരുന്നത്. നിന്റെ ആന്തരികമായ മുറിവുകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ എണ്ണ ഒഴുകണം. ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന എണ്ണയുടെ മറ്റൊരു ഉപയോഗം നമ്മൾ കണ്ടിട്ടുണ്ട്. കായികാഭ്യാസികൾ, അത്ലറ്റിക്സ്, അല്ലെങ്കിൽ ഗുസ്തിയൊക്കെ പിടിക്കാൻ പോകുന്നവരാണ് പ്രത്യേകിച്ച്, എണ്ണയിട്ട് അങ്ങോട്ട് പിടിക്കും, ഇല്ലേ? എണ്ണ തേക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ ഒന്നും വീട്ടിൽ അങ്ങനെ ഉള്ളവരില്ലാത്തത് ഭാഗ്യം. എണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ എണ്ണയിട്ട് പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മസിൽസിനൊക്കെ ഒരു മയം കിട്ടണം, ഒരു അയവ് കിട്ടണം, ഒരു എനർജി കിട്ടണം, സ്റ്റാമിന വർദ്ധിക്കണം. എന്ത് വർദ്ധിക്കണം? എന്ത് ചെയ്യാനുള്ള? നന്മ ചെയ്യാനുള്ള, ഓട്ടം ചാട്ടവും നടത്താനുള്ളതല്ല, നന്മ ചെയ്യാനുള്ള സ്റ്റാമിന നമ്മുടെ ആത്മാവിൽ വർദ്ധിപ്പിച്ചു തരുന്നൊരു അഭിഷേകമാണ് പരിശുദ്ധാത്മാ അഭിഷേകം. ഹല്ലേലൂയ.